ഇന്നത്തെ വീഡിയോ KTM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റോറി ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രീം ബൈക്കായിരുന്നു KTMൻ്റെ പല മോഡൽസും. 2013, 2014 ഓറഞ്ച് നിറത്തിലുള്ളൊരു ഡ്യൂക്കോ RSO റോഡിലൂടെ കടന്നു പോയാൽ പെട്ടെന്ന് ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത്രയും ഐ ക്യാച്ചിങ് ആയിട്ടുള്ളതും അത്രയും സൗണ്ട് തരുന്നൊരു ബൈക്കായിരുന്നു KTMൻ്റെ ഡ്യൂക്ക് ആയാലും RC ആയാലും. പക്ഷേ ഇന്നാണെങ്കിൽ KTMൻ്റെ ബൈക്ക് പെട്ടെന്ന് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിരിഞ്ഞു നോക്കുന്ന മാത്രമല്ല, തിരിഞ്ഞു നോക്കി കുറ്റം പറയുന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ചാപ്രി ബൈക്ക്, കണ്ണാപ്പി ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്നൊരവസ്ഥയും കൂടിയാണ്. റേസിങ്ങിലെ രാജാവായ KTMന് എന്താണ് സംഭവിച്ചത്? KTMന് എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ചില മോശം റൈഡേഴ്സിൻ്റെ ബിഹേവിയർ കൊണ്ടാണോ KTM എന്ന ബ്രാൻഡിന് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കിയത്? നമുക്ക് വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും നോക്കാം. KTMൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 1934 ഓസ്ട്രിയയിലാണ്. ഹാൻസ് ട്രങ്കൻപോൾസ് എന്ന് പറയുന്ന വ്യക്തിയാണ് KTMൻ്റെ സ്ഥാപകൻ. അന്ന് വലിയ കമ്പനിയൊന്നും അല്ലാതെ ചെറിയൊരു വർക്ക്ഷോപ്പായിരുന്നു, ഒരു സ്മിത്ത് വർക്ക്ഷോപ്പും കൂടിയായിരുന്നു. ചെറിയൊരു ലോക്കൽ വർക്ക്ഷോപ്പ് സെറ്റപ്പ് ആയിരുന്നു ആദ്യത്തെ KTM. ക്രോൺഡ്രൈവ് ട്രങ്കൻപോൾസ് മാറ്റിഫോഗൻ, ഇതാണ് KTM എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫുൾ നെയിം. ട്രങ്കൻപോൾസ് ആ ഒരു വ്യക്തിയും മാറ്റിഫോഗൻ എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ ഒരു ചെറിയ വർക്ക്ഷോപ്പായിരുന്നു KTMൻ്റെ അടിത്തറ. ആ ഒരു വർക്ക്ഷോപ്പ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് KTM എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്രയും വലിപ്പത്തിലേക്ക് മാറിയതും. ആദ്യകാലങ്ങളിൽ KTM ഓഫ് റോഡ് ബൈക്കുകൾ, മോട്ടോക്രോസ് ബൈക്കുകൾ, എൻഡ്യൂറോ ബൈക്കുകളാണ് കൂടുതലായിട്ട് നിർമ്മിച്ചത്. ആ ഒരു സെഗ്മെൻറ്റ് വഴിയാണ് ലോകത്തിൽ തന്നെ പ്രശസ്തരായ ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡായിട്ട് KTM മാറിയതും. അവർ കൊണ്ടുവന്ന ഓഫ് റോഡ് ബൈക്കുകളിൽ നല്ല അഭിപ്രായമായിരുന്നു കിട്ടിയത്. പല യൂറോപ്യൻ മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റിൽ തന്നെ വലിയൊരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡും കൂടിയാണ് KTM. 2007 KTMൻ്റെ ഇന്ത്യൻ എൻട്രി. അങ്ങനെ 2007 ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ബജാജ് ഓട്ടോ KTMൻ്റെ ഏകദേശം 14.5% സ്റ്റേക്ക് വാങ്ങിച്ചു. അളിയൻ പുതിയ വണ്ടി വാങ്ങിച്ചു, KTMന്റെ 390. നമ്മ സീറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് ബജാജ്. അങ്ങനെ KTM ബജാജ് കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ചൊരു കൊളാബറേഷൻ കൂടിയാണ് KTM ബജാജ്. KTMൻ്റെ ലക്ഷ്യം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞ് ഇന്ത്യൻ യുവാക്കൾക്ക് വേണ്ടിയിട്ട്, നല്ല യങ്സ്റ്റേഴ്സിന് വേണ്ടി കിടിലം ബൈക്കുകൾ കൊണ്ടുവരിക, ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുക, നല്ല ബിസിനസ് ചെയ്യുക. ഇതാണ് KTMൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. KTM വന്നതിന് ശേഷം ബജാജിൻ്റെ പല ബൈക്കുകളിലും ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആ ഒരു സമയം വരെ 2007 വരെ ബജാജിൻ്റെ ഏറ്റവും പവർഫുൾ ബൈക്ക് പൾസർ 220 ആയിരുന്നു, ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആയിട്ടുള്ള മോഡൽ. എന്നാൽ KTMൻ്റെ വരവിന് ശേഷം അതിനേക്കാൾ പവർ കൂടിയ ബൈക്കുകൾ KTM ബജാജ് കൊളാബറേഷനിൽ അവർ നിർമ്മിക്കാൻ തുടങ്ങി. KTM വന്നതിന് ശേഷമാണ് ബജാജിൻ്റെ പല ബൈക്കുകളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതും. 2012 NSൻ്റെ ലോഞ്ചും പിന്നെ RSൻ്റെ ലോഞ്ചും, ഡോമിനർ, പല ബൈക്കുകളും KTMൻ്റെ സഹായത്തോടെ നിർമ്മിച്ചത് തന്നെയാണ്. KTM വന്നതിനെ തുടർന്ന് ബജാജിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലിക്വിഡ് കൂൾ എഞ്ചിന് പഠിക്കാൻ പറ്റി, പിന്നെ ഹയർ RPMൽ റെവ് എന്ന എഞ്ചിനെ കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ KTMനാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ, ചെറിയ മാനുഫാക്ചറിങ് കോസ്റ്റിങ്ങിൽ നല്ല വണ്ടികൾ നിർമ്മിക്കാനും പറ്റി. പിന്നെ ബജാജ് കൊളാബറേഷൻ്റെ സ്റ്റേക്കും എല്ലാം അവർ കൂട്ടാൻ തുടങ്ങി. ബജാജ് വീണ്ടും സ്റ്റേക്ക് കൂടുതൽ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ KTMൻ്റെ പല മോഡൽസും ബജാജിൻ്റെ പൂനെയിലുള്ള ചാക്കൻ പ്ലാന്റിൽ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ 2012 KTM ഡ്യൂക്ക് 200 ഇന്ത്യയിൽ പുറത്തിറക്കി. അന്ന് ഇന്ത്യ കണ്ട 200cc തന്നെ ഏറ്റവും പവർഫുൾ ബൈക്കായിരുന്നു KTMൻ്റെ ഡ്യൂക്ക് 200. ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ ആ ഒരു സമയത്ത് 200cc മറ്റേത് ബൈക്കും ഇല്ലായിരുന്നു. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നത്? മുംബൈ അണ്ടർവേൾഡിൽ അയാൾക്കൊരു ഓമന പേരുണ്ട്, ഷേർസൺ, സൺ ഓഫ് ഷേർ, സിംഹക്കുട്ടി. ഏകദേശം 25 പീസ് ഓഫ് പവർ 10,000 RPMലും 90 Nm ടോർക്ക് 8,000 RPMലുമാണ്. അഗ്രസീവ് ആയിട്ടുള്ള റൈഡിംഗ് പോർഷനും എല്ലാവർക്കും ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഡിസൈനും വളരെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടും ആയിരുന്നു KTMൻ്റെ ഡ്യൂക്ക് 200ൻ്റേത്. അങ്ങനെ KTM എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ വളരാൻ തുടങ്ങി. പിന്നീട് RC 200, ഡ്യൂക്ക് 390, RC 390 അങ്ങനെ പല മോഡൽസും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചു. അന്നത്തെ പല യങ്സ്റ്റേഴ്സ് വണ്ടി വാങ്ങാൻ തുടങ്ങി. വണ്ടിക്ക് നല്ല ഡിമാൻഡും കിട്ടി തുടങ്ങി. ആ ഒരു സമയത്ത് KTMൻ്റെ സർവീസ് സെൻറ്റർ ആയാലും ഷോറൂംസിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് വരുന്ന ഷോറൂംസിൻ്റെ എണ്ണത്തിലേക്ക് മാറ്റം വരുത്തി പല ഷോറൂമും കേരളത്തിലും ഇന്ത്യയിലുടനീളം അവർ നിർമ്മിച്ചു തുടങ്ങി. ആ ഒരു സമയത്ത് KTM മോഡൽസിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്യൂക്ക് 200 2012 ജനുവരിയിലാണ് പുറത്തിറങ്ങിയത്. 1,17,000 രൂപയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. 2013 ഡ്യൂക്ക് 390 വന്നു, 1,80,000 ആയിരുന്നു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ RC 200 വന്നു, 1,60,000 ആയിരുന്നു എക്സ്ഷോറൂം.
പിന്നെ RC390 2,50,000 ആയിരുന്നു. ഏറ്റവും പ്രൈസിംഗ് ഉള്ള മോഡൽ RC390 തന്നെയാണ്. അതായത് ഇന്ന് കാണുന്ന പല 200cc ബൈക്കിൻ്റെ പ്രൈസിംഗ് ആണ് അന്നത്തെ KTMൻ്റെ വില. പക്ഷെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലെ പ്രൈസിംഗ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ പ്രൈസിങ്ങും ഇന്നത്തെ പ്രൈസിങ്ങിൻ്റെ വാല്യൂ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. 2013 തൊട്ട് 18 വരെ KTMൻ്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. എവിടെ നോക്കിയാലും KTMൻ്റെ ഡ്യൂക്കും RC-ക്കാണ്. കോളേജിലും ബൈക്ക് മീറ്റപ്പിലും റൈഡിംഗ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലായിടത്തും KTM ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. KTMൻ്റെ പല മോഡൽസിനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. KTMൻ്റെ എല്ലാ മോഡലും ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഡ്യൂക്ക് 390യും RC-യും ഡ്യൂക്ക് 250 എല്ലാ മോട്ടോർ സൈക്കിളും. ഡ്യൂക്ക് 390 ഒക്കെ ഇന്നും സിംഗിൾ സിലിണ്ടറിൽ തന്നെ മോസ്റ്റ് പവർഫുൾ മോട്ടോർ സൈക്കിളായിട്ട് നമ്പർ 1 തന്നെയാണ്. നമുക്കെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ KTMൻ്റെ തന്നെ 690 ഉണ്ട് സിംഗിൾ സിലിണ്ടറിൽ. പിന്നെ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടോ റാഡ് 690 ഉണ്ട്. ആ രണ്ട് ബൈക്കും തമ്മിൽ ഇപ്പോൾ ഒരുപാട് കമ്പാരിസൺ വരുന്നുണ്ട്. ഏതാണ് സിംഗിൾ സെൻറ്ററിൽ മോസ്റ്റ് പവർഫുൾ ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും പവർ തരുന്ന 390 ഒക്കെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ KTM വളരെ പിറകിലായിരുന്നു. അത് KTM യൂസേഴ്സിന് പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ സുസൂക്കി, കവാസാക്കി, ഹോണ്ട, യമഹ മറ്റുള്ള ബൈക്കിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും KTM മോഡൽസിൻ്റെ എഞ്ചിന് റിഫൈൻമെൻറ്റ് കുറവ് തന്നെയാണ്. പിന്നെ KTMന് വന്ന മറ്റൊരു ഇഷ്യൂ, ഇതൊരു ഹൈ പെർഫോമൻസ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊക്കെ നല്ല ഹീറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഡെയിലി യൂസിനൊക്കെ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നത്തെ രണ്ട് കാര്യം മെയിൻ്റെനൻസ് കോസ്റ്റും മൈലേജും ആണ്. അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ KTM മോഡൽസിനൊക്കെ കൂടുതലാണ്. ചിലവ് കൂടുതലാണ് വണ്ടി നോക്കി കൊണ്ടുപോകാൻ. പിന്നെ മൈലേജാണ്. KTMൻ്റെ മോഡൽസിനൊക്കെ ഒരു 25 to 30 റേഞ്ചിലാണ് മൈലേജ് കിട്ടാറ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് വളരെ കുറവ് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് KTM മോഡൽസ് എല്ലാവരും എടുക്കാൻ മടിച്ചു തുടങ്ങി. മൈലേജിൻ്റെ പ്രശ്നം, മെയിൻ്റെനൻസിൻ്റെ പ്രശ്നം, പിന്നെ റിഫൈൻമെൻറ്റിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ട് പലരും KTM മോഡൽസ് എടുക്കാൻ മടിച്ചു തുടങ്ങി. ഇത് KTM മോഡൽസിൻ്റെ സെയിൽസ് കുറക്കാനിടയാക്കിയ ഒന്നാമത്തെ റീസൺസ് ആണ്. രണ്ടാമത്തെ കാര്യം, അന്നത്തെ KTM യൂസേഴ്സിൻ്റെ ഒരുപാട് മോശം ബിഹേവിയറും റൈഡിങ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം KTM ബൈക്ക് യൂസ് ചെയ്യുന്നവരെ ഏജ് കാറ്റഗറി എടുക്കലാണെങ്കിൽ ഒരു 18 വയസ്സ് തൊട്ട് ഏകദേശം 24-25 വയസ്സുള്ള യങ്സ്റ്റേഴ്സ് ആയിരിക്കും. 2015 കാലഘട്ടത്തിൽ തന്നെ ഇത്രയും പവർഫുൾ ബൈക്കായിട്ടുള്ള KTMൻ്റെ പല മോഡൽസും കൈകാര്യം ചെയ്യാൻ പലർക്കും അറിയില്ലായിരുന്നു. എങ്ങനെ വണ്ടിയെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വണ്ടിയെ പ്രോപ്പറായിട്ട് ബ്രേക്കിംഗ് ചെയ്യാം, ട്രാഫിക്കിലൊക്കെ എങ്ങനെ റൂൾസ് പാലിച്ച് വണ്ടി ഓടിക്കാം, പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അന്ന് KTM ബൈക്സ് വാങ്ങിയ പല പേരും ഇന്ന് ജീവനോടെയില്ല. നിരവധി ആക്സിഡൻറ്റ് കേസുകൾ, ഡെത്ത് റിപ്പോർട്ടുകൾ കേരളത്തിലുടനീളം ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ KTM മോഡൽസിനൊക്കെ വളരെയധികം നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങി. KTM ഒരു കാലൻ വണ്ടിയാണ്. KTMൻ്റെ പല മോഡൽസും ഡേഞ്ചറാണ്, ഒരു ആളെക്കൊല്ലി ബൈക്കാണെന്നൊക്കെ പറഞ്ഞ് പലരും അധിക്ഷേപിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് നമ്മളെ പേരൻസ് ആയാലും പോലീസുകാർ, MPDകൾ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി വരെ KTMൻ്റെ പല മോഡൽസിന് കുറ്റം പറയുന്നുണ്ട്. ഒരു ആളെക്കൊല്ലി വണ്ടിയാണെന്നൊക്കെയാണ് ആ വണ്ടിയെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ വണ്ടിക്ക് അങ്ങനെയാണ് ലേബൽ ഇപ്പം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലെ കുറ്റക്കാർ ആരാണ്? KTM എന്ന ബ്രാൻഡാണോ, അല്ലെങ്കിൽ KTM കൊണ്ടുവന്ന മോഡൽസിൻ്റെ പ്രശ്നമാണോ? ഇതൊന്നുമല്ല. ചില റൈഡേഴ്സിൻ്റെ മോശം എക്സ്പീരിയൻസ് കൊണ്ടും മോശം റൈഡിങ് സ്കില്ല് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത്. പല ബിഗിനറായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സ്കൂട്ടറിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ ഡയറക്റ്റ് KTM മോഡൽസ് വാങ്ങാൻ തുടങ്ങി. പക്ഷേ വണ്ടി എങ്ങനെ കൺട്രോൾ ചെയ്യാനും വണ്ടി എങ്ങനെ പ്രോപ്പർ ബ്രേക്കിംഗ് ചെയ്യാം, ഒരു ട്രാഫിക് റൂൾസൊക്കെ എങ്ങനെ പാലിച്ച് വണ്ടി ഓടിക്കുക, ഡിസിപ്ലിനായിട്ട് വണ്ടി ഓടിക്കാനൊന്നും പലർക്കും അറിയില്ലായിരുന്നു. ഫേസ്ബുക്ക്, യൂട്യൂബിൽ റീച്ചിന് വേണ്ടിയിട്ട് പല ആൾക്കാരും പബ്ലിക് റോഡിലേക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് സ്റ്റണ്ടിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് പ്രൈവറ്റ് സ്ഥലങ്ങളിലും റിമോട്ട് ഏരിയാസിലൊക്കെ ചെയ്യേണ്ട സ്റ്റണ്ടിങ് പബ്ലിക് റോഡുകളിൽ ചെയ്യാൻ തുടങ്ങി. പബ്ലിക് റോഡ് ഒരിക്കലും ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പ്രൈവറ്റ് ഏരിയാസിൽ ചെയ്യുന്ന പോലെ സ്റ്റണ്ടിങ്ങോ വീലിയോ ഒരിക്കലും നമുക്ക് പബ്ലിക് റോഡിൽ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല സംഭവിക്കുന്നത്, ഇപ്പോൾ റോഡിലൂടെ വെറുതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരുടെ വരെ ജീവന ഭീഷണിയാവും. ഈ ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ ഏരിയാസ്, കോളേജിൻ്റെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സ്റ്റണ്ട് ചെയ്യുക, വീല് ചെയ്യുക, പിന്നെ പോക്കറ്റ് റോഡുകളിലൊക്കെ പോയിട്ട് ഫുൾ ത്രോട്ടിലെടുത്ത് വണ്ടി ഓടിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പല KTM യൂസേഴ്സും വരുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ KTM യൂസേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് പേരുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്നും ഡിസിപ്ലിനായിട്ട് വണ്ടി കൺട്രോൾ ചെയ്ത് KTMനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള പല ബൈക്കും ഇന്ന് മാർക്കറ്റിലുണ്ട്. ആ മോഡൽസൊക്കെ നല്ല രീതിക്ക് ഡിസിപ്ലിനോട് ഓടിക്കുന്ന പല പേരും ഇന്നും ഉണ്ടായിരുന്നു, അന്നും ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് കുറച്ച് മോശം റൈഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് KTMന് ഒരുപാട് ബാഡ് ഇമേജ് ഉണ്ടാക്കിയതും. അങ്ങനെ സോഷ്യൽ മീഡിയാസിൽ KTMൻ്റെ പല മോഡൽസിനെ ചാപ്രി ബൈക്ക്, കണ്ണാപ്പി ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. മൂന്നാമത്തെ റീസൺ KTM ഡിസൈനിൽ വരുത്തിയ മാറ്റങ്ങളാണ്. കമ്പനീസ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് ജെന്നെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ സെക്കൻഡ് ജെന്നും തേർഡ് ജെന്നൊക്കെ ഡിസൈനിൽ എല്ലാ കമ്പനീസും അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യമഹയുടെ R15ൻ്റെ സീരീസ് എടുത്താൽ മതി. V2 ഇറങ്ങി, V3 ഇറങ്ങി, V4 ഇറങ്ങി. അതിൻ്റെ ഡിസൈനൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ KTMൻ്റെ കാര്യം ജനറേഷൻ മാറുന്നതനുസരിച്ച് ഡിസൈനിൽ താഴേക്കാണ്, ഡിസൈനിൻ്റെ ലെവൽ താഴേക്കാണ് പോകുന്നത്.
അത് KTM എടുക്കാൻ പോകുന്ന പല പേർക്കും ഒരുപാട് നെഗറ്റീവ് ഇമേജിലേക്ക് മാറിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജെൻ RC ഇപ്പോഴത്തെ RCയുടെ ഡിസൈനുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. എത്രത്തോളം മാറ്റങ്ങൾ KTM കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. പറഞ്ഞു വരുന്നത് KTM ഡിസൈനിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഒരുപാട് മോഡൽസിന് സെയിൽസ് കുറയാൻ ഇടയാക്കിയതൊക്കെ. അത്രത്തോളം ഫാൻസും അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമാണ് പഴയ KTMൻ്റെ മോഡൽസൊക്കെ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ KTMൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സീരീസ് പോലെയാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മഹീന്ദ്രനെ കുറിച്ചും ഹീറോ ഹോണ്ടയെ കുറിച്ചും ബജാജിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം.